അതുല്യമായ സമർപ്പണത്തിൻ്റെ പ്രതീകമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണാധികാരി എന്ന നിലയിൽ 24 വർഷം പൂർത്തിയാക്കുന്നു. 2001 ഒക്ടോബർ 7-നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റത്. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയുമായുള്ള മോദിയുടെ യാത്ര പൊതുസേവകർക്ക് എന്നും പ്രചോദനമാണ്. ബി.ജെ.പി. ദേശീയ സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി തുടങ്ങിയ നിർണായക പദവികൾ വഹിച്ച് ഡൽഹിയിലായിരുന്ന മോദിയെ തിരികെ ഗുജറാത്തിലേക്ക് അയക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയാണ്. 2001 ഒക്ടോബർ 7-ന് ഗുജറാത്തിന്റെ 14ാമത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റു. ഭരണപരമായി ഒരു പരിചയമില്ലാത്ത മോദി മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നതിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ ഭുജ് മേഖലയുടെ പുനരുദ്ധാരണത്തോടെ മോദിയിലെ മികച്ച ഭരണാധികാരിയെ രാഷ്ട്രം തിരിച്ചറിഞ്ഞു തുടങ്ങുകയായിരുന്നു. ഒക്ടോബർ 7 മുതൽ 2014 മെയ് 22 വരെ 12 വർഷവും 227 ദിവസവും ഗുജറാത്തിന്റെ പുരോഗതിക്കായി അദ്ദേഹം പ്രവർത്തിച്ചു. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നവരിൽ ഒരാളാണ് നരേന്ദ്രമോദി. ഭാരതത്തിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി ഗുജറാത്ത് പരിവർത്തനം ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. ഗ്രാമങ്ങളിൽ 24 മണിക്കൂർ വൈദ്യുതി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി നിരവധി പദ്ധതികൾ, വനവാസി തീരദേശ വികസനം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചു. മുഴുവൻ സമയവും വൈദ്യുതി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി ഗുജറാത്ത് മാറിയത് മോദിയുടെ കാലത്താണ്. പാവപ്പെട്ടവർക്ക് വീടുകൾ, ശൗചാലയങ്ങൾ തുടങ്ങി എന്നും പാവപ്പെട്ടവരെ ചേർത്തു നിർത്തുന്ന പദ്ധതികൾക്കായിരുന്നു മോദി പ്രാധാന്യം നൽകിയത്. മോദിയുടെ ഗുജറാത്ത് മോഡൽ ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങി. രാഷ്ട്രീയ എതിരാളികൾ പോലും ഗുജറാത്ത് മോഡലിനെ പ്രശംസിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ജീവിതത്തിനും മോദി പ്രാധാന്യം നൽകി. ഇത് തന്നെയാണ് തുടർച്ചയായ 12 വർഷക്കാലം മുഖ്യമന്ത്രി പദത്തിലേക്കും പിന്നീട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കും മോദിയെ ജനങ്ങൾ നയിച്ചത്. മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രധാനമന്ത്രിയിലേക്കുള്ള മോദിയുടെ യാത്രയും ചെറുതായിരുന്നില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ജനനായകന്റെ യാത്രയായിരുന്നു അത്. ന്യൂസ് ഡെസ്ക്, ജനം.